Welcome back to a new video lecture, and here we discuss a very new topic, and that is regarding the faults. So in the previous section we already started the discussion of attitude, dip, strike, all those terms. So actually what do you mean by a fault? As the name indicates, the undulations or bends or curvatures developed in the rocks of the crust. So here you can observe a diagram also. അതായത് നമ്മുടെ ഒരു ഫോൾഡിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ബെൻഡിങ് അല്ലെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന കെർവേച്ചേഴ്സ് അങ്ങനെ ഒരു നേച്ചർ റോക്സിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോംഡ് ഡ്യൂ ടു സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ റോക്സ് ത്രൂ ഔട്ട് ഹിസ്റ്ററി. ഓക്കെ, കാലക്രമേണ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഡയഗ്രത്തിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ആ ഒരു വളവും തിരിവും എല്ലാം ആയിട്ടായിരിക്കും ഈ ഫോൾഡ് എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്യുന്നത്. ക്യാൻ ഡെവലപ്പ് ഇൻ എനി ടൈപ്പ് ഓഫ് റോക്ക് ഇൻ എനി ടൈപ്പ് ഓഫ് ഷേപ്പ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പറയുന്ന കാലക്രമേണ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കേസാണ് ഫോൾഡ് എന്ന് പറയുന്നത്. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നേച്ചർ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഫോഴ്സസ്, ഇതെല്ലാം ഇതിന് കാരണമാകാം. അതുപോലെ തന്നെ റോക്സിൻ്റെ നേച്ചറും ഇതിനൊരു കാരണമാകാം, ഫോൾഡ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കാരണമാകാം. ഫോൾഡിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫോൾഡ്സ് ഇൻ റോക്സ്, ദാറ്റ്സ് കോൾഡ് ഫോൾഡിംഗ്. Very slow geological process indicates effort of rocks to adjust to change of forces in their environment, ductile type of deformation. അതായത് കാലക്രമേണ സംഭവിക്കുന്നതാണ്, ഒരുപാട് വർഷങ്ങൾ എടുത്ത് സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാലത്തിനനുസരിച്ച് ഈ പറയുന്ന അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനോട് അനുബന്ധമായിട്ട് ഈ പറയുന്ന ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഫോൾഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then another important section that is going to the different parts of fold. Usually എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഫോൾഡ്. അപ്പോൾ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. അപ്പം ഒരു ഫോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു അണ്ടുലേഷൻ അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ വരച്ചിട്ട് ഈ പറയുന്ന പാർട്സ് കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന കേസ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടേം പറഞ്ഞിരിക്കുന്ന ലിംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈഡ് ഓർ ഫ്ലാങ്ക്സ് ഓഫ് എ ഫോൾഡ്. ഒരു ഫോൾഡിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡുകളെ പറയുന്ന പേരാണ് ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ഫോൾഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലിംബുകളായിരിക്കും, ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ലിംബുകളായിരിക്കും ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഫോൾഡ് എടുത്തു കഴിഞ്ഞാൽ ടു ലിംബ്സസ് വിൽ ബി ദെയർ. When folds occur in groups is common middle limb for adjacent forces. Okay, next to another important term that is going to the hinge, the point with the largest curvature where one limb ends and the other limb starts. നിങ്ങൾക്ക് ഡയഗ്രാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഈ ടോപ്പിലെത്തുമ്പം ഒരു ലിംബ് എൻഡ് ചെയ്തു, പിന്നെ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് ഹിഞ്ച് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിഞ്ച് പോയിന്റ് ഈ പറയുന്ന ഒരു ലിംബ് സ്റ്റാർട്ട് ചെയ്ത് എൻഡിലെത്തി വീണ്ടും അവിടെ നിന്ന് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ലിംബ് എന്ന് പറയുന്നത്. ദെൻ ഹിഞ്ച് ലൈൻ ജോയിനിങ് ഓൾ ദ ഹിഞ്ച് പോയിന്റ്സ് വെൻ റോക്സ് ഒക്കർ ഇൻ എ സീക്വൻസ്. അപ്പം ഈ പറയുന്ന ഹിഞ്ച് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഹിഞ്ച് ലൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഹിഞ്ച് മീൻസ് അത് സീക്വൻസ് ആയിട്ട് വരുവാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഹിഞ്ച് ലൈൻ. ദെൻ ആക്സിയൽ സർഫസ്. When hinge line is traced throughout the depth of the fold, a surface is obtained. അതാണ് ആക്സിയൽ സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്സിയൽ സർഫസ് എന്താണ്. ഹിഞ്ച് ലൈൻസസ് നമ്മൾ ഈ പറയുന്ന ത്രൂ ഔട്ട് ദ ഡെപ്ത് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു സർഫസ് ഡെവലപ്പ് ചെയ്യും. ആ സർഫസിനെയാണ് ആക്സിയൽ സർഫസ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ് ആക്സിയൽ പ്ലെയിൻ എന്താണ്. പ്ലാനാർ ആക്സിയൽ സർഫസ്, ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ഓൾ ദ ഹിഞ്ച് പോയിന്റ്സ്. അപ്പം ഹിഞ്ച് പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്നതിനെയാണ് ആക്സിയൽ പ്ലെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്സിയൽ പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ദെൻ ആക്സിസ് ഓഫ് ഫോൾഡ്, ദ ലൈൻ ഡ്രോൺ പാരലൽ ടു ദ ഹിഞ്ച് ലൈൻ. അപ്പം ഹിഞ്ച് ലൈന് പാരലായിട്ട് വരയ്ക്കുന്നതിനെയാണ് ഫോൾഡ് ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then it could be represents the intersection of the axial plane with the bed of the fold, could be horizontal incline. ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. Then plunge, angle of inclination of the fold axis is the horizontal. അപ്പം ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് പ്ലഞ്ച് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലൈൻ ക്രസ്റ്റ്, ലൈൻ റണ്ണിങ് ത്രൂ ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ആൻ അപ്പ് ആർച്ച് ഫോൾഡ്. അപ്പം ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് ആണ്
അപ്പ് ആർച്ച്ഡ് മീൻസ് ഏറ്റവും ക്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ടോപ്പിൽ വരുന്ന ആ പൊസിഷൻ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ബോട്ടത്തിൽ വരുന്നതിനെയാണ് ട്രഫ് എന്ന് പറയുന്നത്. സോ ലൈൻ റണ്ണിങ് ത്രൂ ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ എ ഡൗൺ ആർച്ച്ഡ് ഫോൾഡ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന പോയിന്റ്സ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിംബ് എന്താണ്, അതുപോലെ തന്നെ ക്രസ്റ്റ് എന്താണ്, ട്രഫ് എന്താണ്, ആക്സിയൽ പ്ലെയിൻ എന്താണ്, ആക്സിയൽ സർഫസ് എന്താണ്, ഫോൾഡ് ആക്സിസ് എന്താണ്, അതുപോലെയുള്ള ഓരോ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഡയഗ്രവും അതോടൊപ്പം തന്നെ ഈച്ച് ഡെഫിനിഷൻസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ആൻറ്റിക്ലൈൻ ആൻഡ് സിൻക്ലൈൻ. ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ആൻറ്റിക്ലൈൻ അപ്പ് ആർച്ച്ഡ് ഫോൾഡ്സ് ആൻഡ് കോൺവെക്സ് അപ്വേർഡ്സ്, ദെൻ സിൻക്ലൈൻ ഡൗൺ ആർച്ച്ഡ് ഫോൾഡ് ആൻഡ് കോൺവെക്സ് ഡൗൺവേർഡ്സ്. അപ്പം ഡയഗ്രോ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻറ്റിക്ലൈൻ ആൻഡ് സിൻക്ലൈൻ. അപ്പം ഒരെണ്ണത്തിൻ്റെ കേസിൽ അപ്പ് ആർച്ച്ഡ് ഫോൾഡ് ആയിരിക്കും, മറ്റേതിൻ്റെ കേസിൽ ഈ പറയുന്ന ഡൗൺ ആർച്ച്ഡ് ഫോൾഡ് ആയിരിക്കും. ഇനി അടുത്ത കേസ് നോക്കിയാൽ ജിയോളജിക്കലി ഓൾഡർ റോക്ക് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ ഫോൾഡ് യങ്ങസ്റ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഫ്ലാങ്ക്. അപ്പോൾ ഇതിനകത്ത് കാണിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓൾഡർ റോക്ക് ആയിരിക്കും ഇൻസൈഡ് വരുന്നതും, അതുപോലെ തന്നെ യങ്ങർ ഏജ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് പുറത്തു വരുന്നതും. നേരത്തെ സിംഗ്ലൈൻ്റെ കേസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ദെൻ ലിംസസ് ഡിപ്പ് എവേ ഫ്രം ഈച്ച് അതർ, എന്നാൽ സിംഗ്ലൈൻ്റെ കേസിൽ ലിംസസ് ഡിപ്പ് ടുവേഡ്സ് എ കോമൺ സെൻറ്റർ, ഒരു കോമൺ സെൻറ്ററിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ലിംസസ് എവേ ഫ്രം ആണെങ്കിൽ ഇവിടെ ലിംസസ് അടുത്തേക്കായിരിക്കും. പിന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻറ്റിക്ലൈൻ ആണെങ്കിൽ രണ്ടും അകന്നു പോകുന്ന ആയിട്ടും, അതുപോലെ ഇതിൻ്റെ കേസാണ് സിംഗ്ലൈൻ്റെ കേസാണ് രണ്ടും അടുത്ത് വരുന്നതായിട്ട് റെപ്രസെൻറ്റേഷൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡയഗ്രാംസ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് രണ്ട് ടേംസും ആണ് ആൻറ്റിക്ലൈൻ ആൻഡ് സിംഗ്ലൈൻ. മൂവിങ് ഓൺ ടു അനദർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഫോൾഡ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ആക്സിൽ പ്ലെയിൻ. അതായത് ആക്സിൽ പ്ലെയിൻ്റെ കേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. So first one is symmetrical folds. So normal or it is going to be upright folds, equal limbs, anticline or syncline, equal dips in opposite direction, vertical axis plane. So first ഡയഗ്രത്തിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഈക്വൽ ആയിട്ടായിരിക്കും ഈ പറയുന്ന ലിംബിൻ്റെ ലെന്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വളരെ സിമെട്രിക്കലായിട്ട് സെൻട്രിൽ കൂടെ തന്നെ പോകുന്നൊരവസ്ഥയായിരിക്കും ഈ പറഞ്ഞ സിമെട്രിക് ഫോൾഡ്. ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അസിമെട്രിക് ഫോൾഡ് കാണാൻ സാധിക്കും. അൺഈക്വൽ ലിംബ് ആൻഡ് അൺഈക്വൽ ഡിപ്പ് ആയിരിക്കും അതിനകത്ത് സംഭവിക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിപ്പിൻ മീൻസ് ലിംബിൻ്റെ ലെന്തും അൺഈക്വൽ ആണ്, അതുപോലെ ഡിപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡും അൺഈക്വൽ ആണ്. അതുപോലെ ആക്സിൽ പ്ലെയിൻസസ് വിൽ ബി ഇൻക്ലൈൻഡ് കേസസ് ആയിരിക്കാം. ഓക്കെ, അതാണ് അസിമെട്രിക് ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഓവർ ടേൺഡ് ഫോൾഡ് എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് ആക്സിയൽ പ്ലെയിൻ ആണ്, അതോടൊപ്പം തന്നെ ബോത്ത് ലിംസസ് ഡിപ്പ് ഇൻ ദ സെയിം ഡയറക്ഷനിലായിരിക്കും ഈ പറയുന്ന ലിംസസിൻ്റെ മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം കേസാണ് ഫാൻ ഫോൾഡ്, അല്ലെങ്കിൽ മീൻസ് അത് ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് പറഞ്ഞാൽ വെരി ഹൈ ലാറ്ററൽ കംപ്രഷൻ മൂലമാണ് അങ്ങനെ ഒരു കേസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം 3 കേസസാണ് ഇപ്പോൾ പറഞ്ഞത്, സിമെട്രിക്കൽ, അസിമെട്രിക്കൽ, ഓവർടേൺഡ്. അത് ആക്സിൽ പ്ലെയിൻ്റെ കേസസ് വെച്ചിട്ടാണ് പറയുന്നത്. ദെൻ ഐസോക്ലിനൽ ഗ്രൂപ്പ് ഓഫ് ഫോൾഡ്, അതായത് ഒരു ഗ്രൂപ്പ് സെക്ഷനായിട്ട് വരുവാന്ന് കരുതിക്കൊള്ളുക. ആ ഒരു കേസസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് ഐസോക്ലിനൽ ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സെക്ഷൻസ് കാര്യങ്ങൾ ഇങ്ങനെ മൾട്ടി മീൻസ് ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കും. ദെൻ റീകുംബൻറ്റ് ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിൽ പ്ലെയിൻസ് ഹൊറിസോണ്ടൽ ആറ്റിറ്റ്യൂഡ്, വൺ ലിംബ്സ് ലൈസ് ഡയറക്ട്ലി അണ്ടർ അനദർ ലിംബ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ലിംബിൻ്റെ മുകളിലായിരിക്കും മറ്റൊരു ലിംബ് കടന്നു വരുന്നത്. ദെൻ കോൺജുഗേറ്റ് മ്യൂച്വലി ഇൻക്ലൈൻഡ് ആക്സിൽ പ്ലെയിൻസസ് ആയിരിക്കും. അപ്പം അതാണ് കോൺജുഗേറ്റ് ഫോൾഡ്. ദെൻ ബോക്സ് ഫോൾഡ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോൾഡ്, എക്സ്പെഷ്യലി ഫ്ലാറ്റൻഡ് ടോപ്പ്, ദെൻ സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് ലിംസസ്. അപ്പം ആ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ഒരു കേസായിരിക്കും. അതുപോലെ തന്നെ സൈഡിലുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഇൻക്ലിനേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ലിംബ് എന്ന് പറഞ്ഞാൽ സൈഡ്സ് ആണ്. അപ്പം ആ സൈഡ്സിലുള്ള മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡിപ്പിൻ്റെ ആംഗിളിലുള്ള മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്. ഈ ആക്സിൽ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം വരുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യപ്പെടുന്നത് ആ ഒരു കേസസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഡയഗ്രാംസ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സിമെട്രിക്കലും അസിമെട്രിക്കും വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓവർ ടേൺഡും ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ വരയ്ക്കാം. ഇത് ഐസോക്ലിൻ്റെ കേസ് ഒരു സീക്വൻസ് ആയിട്ട് വരയ്ക്കുക, 1 or 2 അല്ലെങ്കിൽ 2 or 3 വരയ്ക്കുക.
പിന്നെ റീകുംബൻറ്റ് ഫോൾഡിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ വരയ്ക്കുക. അടുത്ത കേസ് കോൺജുഗേറ്റ് ഫോൾഡിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ മ്യൂച്വലി ഇൻക്ലൈൻഡ് സെക്ഷനാണ്. അതുപോലെ ബോക്സ് ഫോൾഡ് ഫ്ലാറ്റൻഡ് ടോപ്പ് ആയിരിക്കും. അതുപോലെ ഈ പറയുന്ന സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് ലിംസസ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ജസ്റ്റ് ഈ പറയുന്ന സിമെട്രിക് ഫോൾഡ് ഇതൊരു മീൻസ് ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഈ പറയുന്ന ഒരു ടേം മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, then moving on to the next one, degree of compression. Based on degree of compression you can classify എത്രത്തോളം കംപ്രഷൻ മീൻസ് ഈ പറയുന്ന ഫോഴ്സസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തെ എത്രത്തോളം കംപ്രസീവ് ആകുന്നു. അപ്പോൾ അതിനെ രണ്ട് രീതി മീൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ റോക്സ് ദേ മേ ബി കംപ്രസ്ഡ് സ്ലൈറ്റ്ലി ഓർ സിവിയർലി. അപ്പം ഈ പറയുന്ന ഫോഴ്സസ് കാര്യങ്ങൾ വരുമ്പോൾ പല രീതിയിൽ വേണമെങ്കിൽ ആകാം. അപ്പോൾ അതിൻ്റെ ബേസിൽ വരുന്നതാണ് ഓപ്പൺ ഫോൾഡും അതുപോലെ തന്നെ ക്ലോസ്ഡും. മീൻസ് നമുക്ക് ഈ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. തിക്നെസ് ഓഫ് റോക്സ് ഇസ് നോട്ട് അഫക്റ്റഡ്, ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻസ് നമ്മൾ ഈ പറയുന്ന ഫോഴ്സസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കാം. അതാണ് ക്ലോസ്ഡ് ഫോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയർ വിത്ത് ഡെപ്ത്. നമുക്ക് കാണാൻ സാധിക്കും കോൺസെൻട്രിക് ഓർ പാരലൽ ഫോഴ്സസ്. തിക്നെസ് റിമെയിൻ യൂണിഫോം ആൻഡ് കോൺസ്റ്റന്റ് ഈവൻ ആഫ്റ്റർ ഫോൾഡ്. അതായത് അതിന് തിക്നെസ് ഇപ്പോൾ ഫസ്റ്റ് കേസ് കോൺസെൻട്രിക് ഫോൾഡിങ്ങിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ തിക്നെസ് അതേപോലെ തന്നെ നിലനിന്നുകൊണ്ട് ഈ പറയുന്ന നമ്മൾ ഫോൾഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടും അതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം വരുന്നില്ല. ആൻറ്റിക്ലൈൻസ് ബിക്കം ഷാർപ്പർ വിത്ത് ഡെപ്ത്, സിങ്ക്ലൈൻസ് ബിക്കം ഷാർപ്പർ അപ്വേർഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണ് ആൻറ്റിക്ലൈൻ്റെയും സിങ്ക്ലൈൻ്റെയും ഷേപ്പിൽ വരുന്നൊരു വ്യത്യാസവും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സിമിലർ ഫോൾഡിങ്, ഡിഗ്രി ഓഫ് ഫോൾഡിങ് similar for indefinite depth. Okay, then thickness measured in limb regions show variation from point to point. അപ്പം അതിൻ്റെ കേസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദെൻ സൂപ്പർനസ് ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ തിക്നെസ് എ ക്രസ്റ്റ് ആൻഡ് ട്രഫ് റീജിയൻസസ്. തിക്നെസ്സിലുള്ള വേരിയേഷൻസ് ആണ്, ഓരോ ലെയറുകൾ തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ഇറോഷൻ ഡിപ്പോസിഷൻ പ്രോസസ്. ആൻറ്റിക്ലൈൻസ് ബിക്കംസ് തിന്നർ ആൻഡ് സിങ്ക്ലൈൻസ് ബിക്കംസ് തിക്കർ. അപ്പം അതിൻ്റെ ഒരു നേച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റിലേറ്റീവ് കർവേച്ചർ. കർവേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് കർവേച്ചർ ഔട്ടർ ആൻഡ് ഇന്നർ ആർക്സ് ഓഫ് ഫോൾഡ്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ആണ്. 3 രീതിയിൽ നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് 1, ഡിഗ്രി ഓഫ് കർവേച്ചർ ഔട്ടർ ആർക്ക് ഈസ് ലെസ് ദാൻ ഇന്നർ ആർക്ക്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും എ ലെസ് ദാൻ ബി. ഔട്ടർ ആർക്ക് ഈസ് ലെസ് ദാൻ ഇന്നർ ആർക്ക്. ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഈക്വൽ ആയിരിക്കും, എ ഈക്വൽ ടു ബി. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഇന്നർ ആർക്ക്. then plunges basis, plunging fold makes an angle with the horizontal. നമ്മൾ ഓൾറെഡി ആ ഒരു ടൈം കണ്ടാണ്. ആൻറ്റിക്ലൈൻ ഓർ സിങ്ക്ലൈൻ. ദെൻ നോൺ പ്ലഞ്ചിങ്ങിൻ്റെ കേസ് ഫോൾഡ് ആക്സിസ് ഈസ് ഹൊറിസോണ്ടൽ, ഫോൾഡിങ് കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ഡയറക്ഷൻ ഓഫ് ദ ഫോൾഡ് ആക്സിസ്. അപ്പം ഈ പറയുന്ന രണ്ട് കേസാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ആംഗിളാണ് അല്ലെങ്കിൽ എത്രത്തോളം ഡിഗ്രിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പ്ലഞ്ച് ആക്സിസും കാര്യങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രൊഫൈൽ ഓഫ് ഫോൾഡ് സർഫസ്. അപ്പം ഫോൾഡ് സർഫസിൻ്റെ രീതിയിൽ നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ മീൻസ് ഫോൾഡ് സർഫസിൻ്റെ ബേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കേസാണ്. ചെവറോൺ ഫോൾഡ്സ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഷാർപ്പ് ഹിഞ്ച് പോയിൻറ്റ്സ്, സ്ട്രെയിറ്റ് പ്ലാനാർ ലിംസസ്. അപ്പം ഇതിൻ്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു കേസാണ്. മീൻസ് നല്ല മീൻസ് അതിനകത്തൊരു കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. മീൻസ് കറക്റ്റ് പാറ്റേണിലായിരിക്കും കടന്നു വരുന്നത്. ദെൻ കോൺജുഗേറ്റ് ഫോൾഡിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 2 ഹിഞ്ചസ് ഡെവലപ്പ് ചെയ്യും, 3 പ്ലാനാർ ലിംസസ്. ഈ ഒരു കേസാണ് കോൺജുഗേറ്റ് ഫോൾഡ്. ദെൻ ഫ്ലാറ്റൻഡ് സെൻട്രൽ ലിംബ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും ടോപ്പിൽ ഫ്ലാറ്റൻഡ് ഒരു കേസാണ്. ദെൻ ക്രിസ്പേറ്റ് ഫോൾഡ് കേർവ്ഡ് ലിംസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. കോൺകേവ് അപ്വേർഡ്സ് ആൻറ്റിക്ലൈൻ ആൻഡ് കോൺകേവ് ഡൗൺവേർഡ്സ് സിങ്ക്ലൈൻ. Then cylindrical fold resembles section of pipes, well defined axis of fold repeated parallel to each other. Okay, അതാണ് സിലിണ്ടറിക്കൽ ഫോൾഡിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ. ദെൻ മോഡ് ഓഫ് ഒക്കറൻസ്, അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേസസ് ആണ്. അപ്പം ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ആൻറ്റിക്ലിനോറിയം, സിംഗ്ലോക്ലിനോറിയം, ലാർജ് സൈസ്ഡ് ഫോൾഡ്സ് സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് ഒരുപാടധികം കിലോമീറ്റേഴ്സ് നീണ്ടു കിടക്കുന്ന ഒരു അവസ്ഥയിൽ ദെൻ അതിൻ്റെ ആൻറ്റിക്ലിനിക് നേച്ചറാണ്. സ്ട്രാറ്റസ് ഹോൾ ഹാവ് ബീൻ അപ്പാർച്ച്ഡ്. Then synclinorium, synclinal in nature, system of folds having clearly downarched folding trend. Then presence of large number of 2-degree folds in both the anticlinorium and synclinorium. Then domes and basins,
Dome centrally uplifted strata equally dipped in all direction. Anticline character, basin, syncline character, centrally depressed, dip towards a common central point. അപ്പം രണ്ട് കേസസ് ആണ്, ഡോമും അതുപോലെ ബേസിൻ്റെ കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡോമിൻ്റെ കേസ് ആണെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് അപ്ലിഫ്റ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഈക്വലി ഡിപ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ആയിരിക്കും. ബേസിൻ്റെ കേസ് ആണെങ്കിൽ പിന്നെ അതുപോലെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ആൻറ്റിക്ലൈൻ നേച്ചർ ആയിരിക്കും. ദെൻ ബേസിൻ്റേത് നേരെ ഓപ്പോസിറ്റ്. അപ്പം ആൻറ്റിക്ലൈനും അതുപോലെ തന്നെ സിങ്ക്ലൈൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോമിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ ബേസിൻ്റെ കേസും. അപ്പോൾ അതിൻ്റെ പ്ലാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒബ്സർവ് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോമിൻ്റെ കേസ് സെൻട്രലി അപ്ലിഫ്റ്റഡ് സ്ട്രാറ്റയാണ്, ബേസിൻ്റെ കേസ് ആണെങ്കിൽ സിങ്ക്ലൈൻ സെൻട്രലി ഡിപ്രസ്ഡ് സ്ട്രാറ്റയാണ് ബേസിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ. ഇതാണ് അപ്പ്. ഓക്കെ, then some more classifications, some more that is under miscellaneous types is monocline. Horizontal rocks is bent for a limited length and attains a horizontal position again. Localized warping, so കുറച്ച് സെക്ഷൻസിലേക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുന്നു ഫോർ എ ലിമിറ്റഡ് ലെങ്ത്. ദെൻ ഹോമോക്ലൈൻ സീക്വൻസ് സ്ട്രാറ്റ ഡിപ്പിംഗ് ഇൻ ദ സെയിം ജനറൽ ഡയറക്ഷൻ അറ്റ് എ യൂണിഫോം ആംഗിളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഹോമോക്ലൈൻ. Then drag faults is minor faults is developed within the body of incompetent rocks is when both sides are surrounded by competent or stronger rocks is developed due to drag effect by the soft ductile material of the incompetent rock. അപ്പം ഈ ഒരു സ്ട്രക്ചറാണ്, മൈനർ ഫോൾസസ് ആണ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനകത്ത് എന്തെങ്കിലും ബെൻഡിങ്ങോ കർവേച്ചറോ ഡെവലപ്പ് ചെയ്യുന്നത് ആണ് ഫോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഷേപ്സസ് കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സം ഈ പറയുന്ന ഒരു ലിമിറ്റഡ് ലെന്തിലേക്ക് വരുവാണെങ്കിൽ അതിനെ മോണോക്ലൈന്, അതുപോലെ തന്നെ ഒരു ഈ പറയുന്ന ഒരു യൂണിഫോം ആംഗിളിൽ വരുവാണെങ്കിൽ ഹോമോക്ലൈൻ, അങ്ങനെ വരുന്നത്. ഓക്കെ, then some more cases means how can you implement or what is the importance of this fold in the engineering section. This complicates the work of a civil engineer and uneconomical and unsafe if not invested and understood. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോക്ക് ടൈപ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുകയും നമുക്കിതിനെ എങ്ങനെ നമുക്ക് എഞ്ചിനീയറിംഗ് പർപ്പസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അത് കൺസിഡർ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഫോഴ്സസ് ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സ്ട്രാറ്റ. ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ മാറ്റാൻ സാധിക്കും. ഈ പറയുന്ന ഫോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഓൾറെഡി കണ്ടിരുന്നു. സെയിം ലേയേഴ്സസ് മേ ബി റിപ്പീറ്റഡ് അലോങ് ആൻ അലൈൻമെന്റ്, വൺ ഓർ മോർ ഡിഫറെന്റ് ലേയേഴ്സസ് മേ ബി എൻകൗണ്ടേർഡ് ഇഫ് ദേ ആർ ഓഫ് അൺഡിസേർബിൾ നേച്ചർ, പ്രൊജക്ട് കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ മേ ബി അഫക്റ്റഡ്. അപ്പം ആറ്റിറ്റ്യൂഡിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കേസസ് ആണ് പറഞ്ഞത്. ദെൻ ഷട്ടറിംഗ് ഓഫ് റോക്സസ്, സ്ട്രെസ്സസ് കോസിങ് ഫോഴ്സസ് ആർ സ്ട്രോങ് ഇനഫ് ടു ബ്രേക്ക് ദ റോക്സ് ഇൻ ആക്സിയൽ സോൺസസ്. അപ്പം ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫോഴ്സസ്, എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വരുന്ന ഒരു കേസാണ്. Axial regions is likely to be fractured zones. Shuttered rocks become weak in strength parameters, porous and pervious. Cannot be trusted for roofs, floors in tunnels or foundation sites for dams. Axial regions should be avoided or suitable rock treatment must be given. Then strained nature, rocks undergo strain to absorb folding stresses. Magnitude varies from point to point. Rocks release this strain energy when disturbed. When tunnels are excavated, rocks causing rock burst causes delay in work. അതായത് ഈ പറയുന്ന പ്രഷർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാടധികം ഫോഴ്സസ് ഇങ്ങനെ കയറി നിൽക്കുന്ന അവസ്ഥയിൽ അത് ചിലപ്പോൾ ബേസ്റ്റ് ചെയ്യാം. അതാണ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞ ടണൽ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ കേസസ്. അപ്പം ഈ പറയുന്ന അണ്ടുലേഷൻസോ അല്ലെങ്കിൽ ബെൻഡിങ്ങോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ഔട്ട് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോയിന്റ്സസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പോയിന്റ്സസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് മാത്രമേ എക്സാമിന് എഴുതിയിട്ട് പോയേക്കരുത്, മറിച്ച് ആ പോയിന്റ്സസിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മീൻസ് നമ്മൾ ഏറ്റവും മിനിമം പോയിന്റ്സസിൽ പറഞ്ഞിരിക്കുന്ന മിനിമം പോയിന്റ്സസിനെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ കണ്ടത് ഫോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പറയുന്ന റോക്ക് മീൻസ് സ്ട്രക്ചറൽ ജിയോളജിക്ക് അത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഫോൾഡ്. ഫോൾഡിനകത്ത് കണ്ടത് തന്നെ എന്താണ് ഫോൾഡ്, ഡിഫറെൻറ്റ് പാർട്സസ് ഓഫ് ഫോൾഡ് കണ്ടു. അതിനുശേഷം ബേസ്ഡ് ഓൺ
ആക്സിയൽ പ്ലെയിൻ, അതുപോലെ ഡിഗ്രി ഓഫ് കംപ്രഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ ഡയഗ്രാംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് എഞ്ചിനീയറിങ്ങിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. Okay, so I hope the section clear, and with this we wind up today's section. Thank you.